ഹലോ മക്കളെ, അഖിലാമിസ് ആണ്. അപ്പോൾ ഇതാ നമുക്കറിയാം ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതാ ഓഗസ്റ്റ് മാസത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ മിക്ക സ്കൂളുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാമുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നാൽ ഭൂരിഭാഗം മക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ നല്ല രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആകെപ്പാടെ ഒരു ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസോട് കൂടി മാത്രമാണ്. കാരണം എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ലാസ് 10 CBSEയിൽ നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിലും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതിനൊരു സൊല്യൂഷൻ. കാരണം ഇത്രയും മാസമായി, അതായത് ഓഗസ്റ്റ് മാസമായി, നവംബറോട് കൂടിയെങ്കിലും നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, സിലബസ് ഒക്കെ കവർ ചെയ്യണം, എന്നിട്ട് വേണം ബാക്കിയുള്ള സമയം നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? ഇവിടെയൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മക്കളെ നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മക്കൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. അവിടെ ഇതാ നമ്മുടെ മൊഡ്യൂൾ എക്സാം ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമം എക്സാംസിലൂടെ, ഒരുപാട് എക്സാംസിലൂടെയാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നത്, അവസാനം അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല നമ്മൾ സിലബസ് ഒക്കെ കൃത്യമായിട്ട് നവംബർ മാസത്തോടു കൂടി തന്നെ കവർ ചെയ്യുന്നതുകൊണ്ട് കോൺസെപ്റ്റുകളുടെ കാര്യത്തിലും അവർക്ക് എന്തുണ്ടാവില്ല, കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ച് നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ 10% ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് FTE10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ അസ്ത്ര ബാച്ച് മക്കൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം അസ്ത്ര ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനിയുള്ള സമയം എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഈസി ആയിട്ട് ഫുൾ മാർക്കോട് കൂടി തന്നെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ മക്കൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.